ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ് ലൈഫ് വീഡിയോ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പം ഇതിന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്ന് വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരിക്കും ഗൈസ്. അപ്പം നമ്മൾ ടൂറിസ്റ്റ് ബസ് ലൈഫ് വീഡിയോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടൂർ റോഡ് ലൈൻസിന്റെ അടുത്താണ് ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയുടെ തൊട്ട് അടുത്ത്, അതായത് നമ്മുടെ വണ്ടിയുടെ ഷെഡിന്റെ അടുത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്താണ് ഗൈസ് ഷെഡ്. അപ്പം നമുക്ക് നേരെ ഷെഡിലോട്ട് പോവാം ഗൈസ്. നമ്മളങ്ങനെ ഫ്രണ്ട് ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഇത് പൂട്ടിയിട്ടേക്ക് വന്നു. അല്ല ഗൈസ്, പൂട്ടിയിട്ടില്ല. അപ്പം ഇതെന്താണ് സംഭവം? ഈസ് ദെയർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? കം ഇൻസൈഡ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് പതുക്കെ തുറന്നു നോക്കാവേ. ഓ മോനെ, ദാ കിടക്കണ് 3 സിംഹ കുട്ടികൾ. എൻ്റെ പൊന്നളിയാ, ഒരു രക്ഷയില്ല, കിടക്കാച്ചാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ആൾക്കാരുണ്ട്, ആളുണ്ട്. വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് വണ്ടി വാഷ് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോകെ നമുക്ക് പരിചയപ്പെടാം അവരെയൊക്കെ. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഗൈസ് കിടക്കുന്ന നമ്മുടെ ഐറ്റമിനകത്ത് ഏത് വണ്ടിയിലാണ് പോകുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല, നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അപ്പം കോട്ടൂരിൻ്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഗൈസ്. അപ്പോൾ നമ്മുടെ അതിന് പറ്റിയ ഐറ്റങ്ങൾ തൊട്ട് സൈഡിലായിട്ട് കിടപ്പുണ്ട്. അതിനുള്ള കിടിക്കാച്ചി സാധനം തന്നെയാണ്. അത് പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 3 പേരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അല്ല, പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. പിന്നെ എനിക്കൊരു മനസ്സുഖം. അപ്പോൾ ഗൈസ് ഇതാണ് ലയൺ കിങ് ആണ്. ലയൺ കിങ് സെഡോൺ ആണ് ഗൈസ്, സെഡോൺ. അപ്പോൾ അടുത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് ലോൺ ഹണ്ടർ. ഇവന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് ഗൈസ്. കാരണം ഫസ്റ്റ് BS6 അസ്ത്രയാണ്. ഇന്ത്യ ഫസ്റ്റ് BS6 സെഡ് അസ്ത്ര ഗൈസ്. കാരണം ഇവനാണ് ട്രെൻഡ് സെറ്റർ. സെഡ് അസ്ത്ര തുടങ്ങിയത്, സ്റ്റാർട്ട് ചെയ്തത് ഇവനിൽ നിന്നാണ്. അപ്പം തൊട്ടിപ്പുറത്തായിട്ട് കിടക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ക്യൂനാണ് ഗൈസ്. ഡ്രാഗൺ ക്യൂൻ അതും ഒരു സെഡോൺ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ 3 പേരിൽ ആരെയും കൊണ്ടാണ് ഇന്ന് ട്രിപ്പ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം BS6 സെഡ് അസ്ത്രയാണ്. ട്രെൻഡ് സെറ്ററേയും കൊണ്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഗൈസ്. നമുക്ക് ഇവരുടെ പഴയകാല ഫോട്ടോസും കാര്യങ്ങളും നോക്കാം. ഇപ്പം എങ്ങനെ കിടന്നിരുന്നതാണ്, ഇതിപ്പോൾ എങ്ങനെ കിടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ലയൺ കിങ്ങിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലോൺ ഹണ്ടറിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഗൈസ്. ഇതിങ്ങനെ കിടന്നിരുന്ന വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത. പ്രകാശിൽ നിന്നും കൊണ്ടുവന്ന വരവാണിത്. ആ ടൈമിലുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ഡ്രാഗൺ ക്യൂവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും. ഇതാണ് നമ്മുടെ ഡ്രാഗൺ ക്യൂവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും. അപ്പം ഇങ്ങനെ കിടന്ന മുതലുകളാണ് ഈ കിടക്കുന്നത് 3 എണ്ണം. കിടക്കുന്നതെന്നല്ല, കേരളത്തിലെ വണ്ടികളെല്ലാം എന്താ അവസ്ഥ ഇപ്പം ഗൈസ്. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നമുക്ക് പോയേക്കാം. കാരണം നമുക്ക് വണ്ടി കൊടുക്കാൻ ടൈം ആവുന്നു. കാരണം 10:30 ആകുമ്പോൾ അവിടെ കൊടുക്കണം. കല്യാണ നിശ്ചയോ കാര്യം എന്തൊക്കെയാണ്. അപ്പം ചെറിയൊരു ട്രിപ്പാണ് ഗൈസ്, നമുക്ക് പോവാം. അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് BS6 ലൈലാൻഡ് സെഡ് അസ്ത്രയുടെ സൗണ്ട് കേൾക്കാം ഗൈസ്. ലൈലാൻഡിൻ്റെ സൗണ്ട്. അപ്പം നമുക്ക് ആ കിടിലൻ സൗണ്ട് കേൾക്കാം. ഓ മോനെ, ഒരു രക്ഷയില്ലല്ലേ ആ സൗണ്ട്. ലൈലാൻഡിൻ്റെ സൗണ്ട്, ഏത് സാധനമായാലും ഒരു രക്ഷയില്ലാത്ത സൗണ്ട് കേട്ടോ. അമ്പോ. ബാക്കിലോട്ട് നമ്മൾ കർട്ടൺസ് ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അത് ജസ്റ്റിൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പം അവൻ ഫ്രണ്ട് നോക്കാനും റോഡ് നോക്കാനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഇവിടെ റെഡിയാണ്, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ പുറത്തോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് പോയി വീഡിയോ എടുക്കാവേ ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയ തോതിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും അത് വോയിസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിച്ച് അണ്ണാക്കി കിട്ടും, നമുക്ക് കട്ട് ചെയ്യാം ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി നേരെ പുറത്തേക്ക് എടുക്കുകയാണ്. ലൈറ്റൊക്കെ ഇട്ട് വരുന്നു. അപ്പം നമുക്ക് നേരെ വണ്ടി അവിടെ കൊടുക്കാം. അതിനുള്ള ടൈമും കാര്യങ്ങളും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. കാരണം മെയിൻ റോഡാണ് ഫ്രണ്ടിൽ. അപ്പം നോക്കി ഇറക്കി നമ്മൾ കൊണ്ടുവരണം. കാരണം BS6 സെഡ് അസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഫ്രണ്ട് ഭയങ്കര സീനാണ്. ഫ്രണ്ട് നോക്കിയെടുത്തില്ലെങ്കിൽ പണിയാവും ഗൈസ്. അതാണ് പാട്. ഇപ്പം നൈസായിട്ട് ഒടിഞ്ഞ് കയറി വന്നിട്ടുണ്ട് വണ്ടി. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഡോർ ഓപ്പൺ. യെസ്. അപ്പം ഗൈസ് നമുക്ക് പോവാം, നേരെ പോവാം ഗൈസ്. അപ്പോൾ ഹോട്ട് സീറ്റിലിരുന്ന് പറപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ജസ്റ്റിനും നമ്മുടെ കൂടെ സൈഡിലുണ്ട്. അപ്പം നമ്മൾ ചെറുക്കനായിട്ട് നേരെ കല്യാണ സ്ഥലത്തേക്ക് പോകാം, കല്യാണ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഇപ്പം ഒരു രക്ഷയില്ല, കാരണം പാട്ടാണ്. പാട്ടിട്ടേക്കുവാണ് വണ്ടിക്കകത്ത്. അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്തേക്കുന്നത്
ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞതിനെക്കാട്ടി നേരത്തെ നമ്മൾ കല്യാണ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ വണ്ടി ഒതുക്കി സൈഡാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് വർമാസിൻ്റെ ക്യാബിൻ, ക്ലീൻ ക്യാബിൻ, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം, പുറത്തിറങ്ങി നോക്കാം ഗൈസ്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ, എന്താ പറയുക, ടൂറിസ്റ്റ് ബസ് സൈഡ് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം കാറുകളാണ്, നിറച്ച് കാറുകളാണ് ഗൈസ്. നമ്മൾ റോഡ് സൈഡിലോട്ട് ചേർത്ത് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം, ആൾക്കാർ വന്ന് വണ്ടി കയറിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാനായിട്ട്. എന്തായാലും ആൾക്കാർ വരാനായിട്ട് ടൈം എടുക്കും ഗൈസ്. അപ്പം നമ്മൾ BS6 സെഡ് അസ്ത്ര എടുത്ത് വന്നിട്ട് നമ്മൾ ക്യാബിനിൽ, അതായത് നമ്മുടെ ഹോട്ട് സീറ്റിൽ കയറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷേ ഇതിനകത്ത് കയറുന്ന കാര്യം ഇച്ചിരി ചടങ്ങാണ് ഗൈസ്. അപ്പം നമുക്ക് വലിഞ്ഞു പിടിച്ച് കയറി നോക്കാം ഗൈസ്. സീനാണ്, ഇച്ചിരി സീനാണ് കേട്ടോ, ഇച്ചിരി സീനാണ്. കാരണം ക്യാമറയും പിടിച്ച് മണ്ടക്കോട്ട് വലിഞ്ഞു കയറുന്ന ഇച്ചിരി സീനാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബേസിക് സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഗൈസ്. ഇവിടുന്ന് ആ ലുക്ക്, മോനെ എന്നെ ഹൈറ്റടാ പോയി, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ അളിയ ഒരു രക്ഷയില്ല, കട്ട ഫീൽ തന്നെ കേട്ടോ. നല്ല ഹൈറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഗൈസ്. BS4 ക്യാബിൻ വേറൊരു ഫീല്, BS6 വേറൊരു ഫീല്. എന്തായാലും കൊള്ളാം, കിട്ടില്ല സാധനം. ഇവിടെ നിന്ന് ഓടിക്കാനൊക്കെ വേറെ ലെവലാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ സെഡ് അസ്ത്ര, ഇന്ത്യ ഫസ്റ്റ് സെഡ് അസ്ത്രയ്ക്കകത്താണ് ഗൈസ്. അപ്പോൾ ഇതാണ് ക്യാബിൻ. ഒരു രക്ഷയില്ല കേട്ടോ, കിട്ടില്ല സാധനം, കിട്ടിക്കാച്ചി സാധനമാണ് ഗൈസ്. കൊട്ടുണ്ട് ക്യാബിനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഒരു രക്ഷയില്ലാത്ത ക്യാബിൻ കേട്ടോ. മറ്റേനെക്കാട്ടി എന്താ പറയുക, പഴയ നമ്മുടെ വണ്ടികളെക്കാട്ടി കുറച്ചും കൂടി വലിയൊരു ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ലാത്ത, കിട്ടില്ല സാധനം. ഫസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് സെഡ് അസ്ത്ര അല്ലേ. പഴയതിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് നമുക്ക് ഗൈസ്, ഇവിടെ ഒരു സാധനം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേ അവിടെ നമ്മൾ ഇരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ മാറ്റങ്ങളുണ്ട്. ക്യാബിൻ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് ഗൈസ്. നോക്കൂ എൻ്റെ മോനെ, എല്ലാം സാധനം. ഒരു സീറ്റിൽ ഇവിടെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ലുക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് വേറെ ഒന്ന് തന്നെ. അമ്പോ, കിട്ടില്ല സാധനം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുന്നതിന് മുമ്പൊന്ന് നോക്കിയേക്കല്ലേ, വരുന്ന വണ്ടി നമ്മളെയും കൊണ്ടടുത്ത ജില്ലയ്ക്ക് വല്ലതും പോകും. അപ്പോൾ ഗൈസ് നൈസെ തുറന്നിറങ്ങാം. ക്യാമറയും പിടിച്ചിവിടുന്ന് ഇറങ്ങുന്ന കാര്യം ഇച്ചിരി സീനാണ്, എന്നാലും നോക്കി ഇറങ്ങാം ഗൈസ്. അപ്പം ചാടി ഇറങ്ങേണ്ടി വരും അമ്മേ. സീനാണ് ഗൈസ്, സീൻ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഏകദേശം കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പം അപ്പോഴും കയറി. അപ്പം ഏകദേശം വണ്ടി ഒരു 10 മിനിറ്റിനകത്ത് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് എന്താ പറയുക, കുറച്ച് സീറ്റും കൂടി ഉണ്ട്. അപ്പം അതും കൂടെ ഫില്ലായാൽ നമുക്കൊരു 10 മിനിറ്റിനകത്ത് ഇവിടുന്ന് അങ്ങ് പോവാം ഗൈസ്. അപ്പം ഏകദേശം ആളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പം നമ്മളോട് നേരെ വിട്ടോളം പറഞ്ഞു. ബാക്കി ആൾക്കാരൊക്കെ പോയി ഗൈസ്. അപ്പം നമ്മുടെ വണ്ടിയാണ് ലാസ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പം അപ്പോണകത്തുണ്ട്, ജസ്റ്റിനും കയറി, പിന്നെ ഞാനിവിടെ ഉള്ളായിരുന്നു. അപ്പം ഞാനും കയറി ഗൈസ്. അപ്പം നമുക്ക് ഡോർ അടച്ച നൈസ് വണ്ടി എടുത്തിട്ട് നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റിൻ അതൊക്കെ എന്താ പറയുക, പാട്ടുകൾ ചടങ്ങിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കൽ ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ആൾക്കാർ ബാക്കിലുണ്ട്, ഞാൻ അവരെ കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് കിടിലൻ റോഡും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് പോകാം. ഒരു രക്ഷയില്ലാത്ത റോഡാണ് ഗൈസ്. ഇപ്പോൾ പണിതേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്ന് പൊളിയൊന്നും നമുക്കൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നേരെ വണ്ടിയായിട്ട് എന്താ പറയുക, ഓഡിറ്റോറിയത്തിലോട്ട് പോകാം. ഓഡിറ്റോറിയം ഇവിടുന്ന് ഏകദേശം ഗൈസ് ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയും ഇപ്പുറത്തെ പാർക്കിംഗ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഈ സൗണ്ട് ഒന്ന് കുറയ്ക്കുകയാണ് ഗൈസ്. ചെറിയ തോതിലകത്ത് പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് കയറ്റണം. ഒന്നാമത്തെ കാര്യം ചെറിയ വഴിയാണ്, 2 അതിൻ്റെ അപ്പാറം ബ്ലോക്കാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. അപ്പോൾ എങ്ങനെയും വണ്ടീനകത്ത് കയറ്റണം. ഇവിടെ വന്നപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ്, ഒരു ട്രാവലറും കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് പാർക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് 2 സൈഡും കാര്യങ്ങളും നോക്കുകയാണ്. കാരണം കുറേ വെട്ടലങ്ങളുള്ള വഴി സ്ഥലങ്ങളാണ്, വേണമെങ്കിൽ കൊണ്ട് കയറ്റി തരും. അപ്പം നോക്കിയും കണ്ടും വേണം ഗൈസ് കയറ്റാൻ. കാരണം ഫ്രണ്ട് കുത്തി നിൽക്കുകയാണ്, തൊട്ടിലാന്ന് പറഞ്ഞാൽ കയറി വരുന്നത്. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വേണം വണ്ടി അകത്തോട്ട് കയറ്റാനായിട്ട്. അപ്പം ഒരു രക്ഷയില്ല. അപ്പം എങ്ങനെയാലും നമ്മളൊരു വിധം അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ
മറ്റേ ടൂറിസ്റ്റ് ബസ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഏത് വണ്ടിയാണെന്ന് നോക്കാം ഗൈസ്. എൽറോയാണ്, എൽറോയുടെ BMR വെഗയാണ് ഗൈസ്, എൽറോയ് BMR വെഗ. അപ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ ചെറുക്കനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ പാർക്ക് ചെയ്ത് തൊട്ടിപ്പുറത്ത് ഗാന്ധാരയുടെ BS6 ട്രാവലറും ഉണ്ട് ഗൈസ്. അപ്പം നമ്മുടെ അഖിലണ്ണൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി വരാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിനകത്തോട്ട് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതിനോട്ട് പോകാം. അവിടെ ആകുമ്പം ഏതെങ്കിലും ട്രാവലറോ ബസ്സോ അതിൻ്റെ ആരിലൊക്കെ കാണും. അപ്പം നമുക്ക് അവരോട് കാര്യമൊക്കെ പറഞ്ഞ് നേരെ അവിടെ ഇരിക്കാം. എങ്കിലേ നമ്മൾ ആൾക്കാർ കഴിച്ചിട്ട് വരുമ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഗ്രൗണ്ടിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിടക്കണം നമ്മുടെ ചെറുക്കൻ. അപ്പം അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പം നമുക്ക് നേരെ മുന്നോട്ട് പോയി നോക്കാം ഗൈസ്. നമുക്ക് ഇപ്പോൾ വന്ന വഴി അല്ലാണ്ട് ഇപ്പുറത്തോടെ പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നൊരു വഴിയുണ്ട് ഗൈസ്. അപ്പം ആ വഴി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോ നമുക്ക് പോയി നോക്കാം. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. എൽറോയുടെ വണ്ടി ഇപ്പുറത്തുണ്ട്. ഗാന്ധാരയുടെ BS6 ട്രാവലറും ഈ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് നമ്മുടെ ടൂറിസ്റ്റ് വണ്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് എൽറോയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് നോക്കാം. കിടിലം വക ഗൈസ്, ഒരു രക്ഷയില്ല. എൽറോയ് ആ നെയിമും കാര്യങ്ങളൊക്കെ സെറ്റപ്പായിട്ടുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല അല്ലേ. കിടിലം BMR വെഗ ഗൈസ്. നമുക്ക് വന്ന കാര്യം പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബാക്കിലൂടെയുള്ള റോഡുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് പെട്ടെന്ന് നമ്മുടെ കല്യാണ വീടിൻ്റെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഷെഡിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഈ വഴി പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കാരണം ഭയങ്കര തിരക്കുണ്ട്, ഭയങ്കര തിരക്കാണ്. പാർക്കിങ്ങിൽ ഇത്രയും തിരക്കാണെങ്കിൽ റോഡിൽ എന്താണോ സീനാണ് ഗൈസ്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. വന്ന വഴി പോകുന്നതായിരിക്കും നല്ലത്. പണി പാളി ഗൈസ്. അപ്പോൾ വന്ന വഴി പോവാം, അതായിരിക്കും നല്ലത്. കമോണെങ്കിലാണ് നമുക്ക് വന്ന വഴി തന്നെ പോവാം ഗൈസ്. അപ്പം നമുക്ക് ആ വഴി പോകാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വന്ന വഴി തന്നെ പോവാം. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോകാം. ചെളിയാണ് ഗൈസ്, മൊത്തം ചെളിയാണ്. അതുപോലെ ചൂട്, ഭയങ്കര ചൂടാണ്. നട്ടുച്ചയാണ് ഗൈസ്, നട്ടുച്ച. അപ്പം ബാക്കി എൽറോയിലെയും ഗാന്ധാരയിലെയും ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ പോയേക്കാണ് ഗൈസ്. അപ്പം ആരുമില്ല, ആൾക്കാർ വരും. ജസ്റ്റ് അതിന് ഡോറും കാര്യങ്ങളൊക്കെ തുറന്നിട്ടതാണ് ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വണ്ടി തിരിച്ചിട്ടാലേ നമുക്ക് ആ വന്ന വഴി പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ തിരിച്ചൊടിയാൻ പാടാം, കാരണം ആ റോഡ് ചെറുതാണ്. അപ്പോൾ അതിനായിട്ട് കൊല്ലുമോ. അപ്പം ഗൈസ് എന്താ പറയുക, നമുക്ക് ആ വണ്ടി തിരിച്ചിടാം. അപ്പോൾ ഇത് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അഖിലണ്ണൻ നമ്മുടെ ആ ഇനോവ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് വേണം നമുക്ക് ഈ കിട്ടുന്ന ചെറിയ ഗ്യാപ്പിൽ വേണം നമുക്ക് വണ്ടിയിട്ട് കുത്തിരിക്കാനായിട്ട്. കാരണം റിവേഴ്സ് റോഡിലോട്ട് ഇറക്കി തിരിക്കുന്ന കാര്യം നടക്കത്തില്ല. കാരണം അങ്ങോട്ട് ചെറിയ വഴി ഒടുക്കത്തെ ബ്ലോക്കുമാണ് ഗൈസ്. അപ്പം അഖിലണ്ണൻ കയറിയിട്ട് എൽറോയുടെ ടീംസ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവരാണ് എൽറോയുടെ അപ്പം നമ്മുടെ അഖിലണ്ണൻ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ റിവേഴ്സ് വെക്കാം. റിവേഴ്സ് വെച്ച് നേരെ റൈറ്റ് പിടിച്ച് വെക്കാം ഗൈസ്. കാരണം എന്നാലേ ഇന്നത്തെ കിടന്ന് കുത്തി തിരിയും. ഇന്നത് നല്ല തിരക്കായിരുന്നു. ഇപ്പം അത്യാവശ്യം ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമുക്ക് തിരിച്ചിടാം എന്ന് വിചാരിക്കുന്നത്. കാരണം എൽറോ ഇപ്പോഴേ പോകുന്നില്ല, അവർ എറണാകുളത്തോട്ടാണ്. ഗാന്ധാര തിരുവനന്തപുരത്തോട്ടും. നമുക്ക് 2 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും നമുക്ക് വണ്ടി തിരിച്ചു വെക്കാം, കാരണം നമ്മുടെ ആൾക്കാരാണ് പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ റിവേഴ്സ് അടിച്ച് വെക്കാം. റിവേഴ്സ് അടിച്ച് കിട്ടുമോ നോക്കാം ഗൈസ്. ടാസ്ക്കാണ്, കാരണം മുക്കും മൂലയെല്ലാം വണ്ടികൾ കിടക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സീനാണ് ഗൈസ്. കാരണം മൊത്തം വണ്ടികളാണ്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വേണം സൈഡ് പറയാനും വണ്ടി എടുക്കാനും തിരിക്കാനും ഒക്കെ. കാരണം ആൾക്കാരടക്കം നിൽപ്പുണ്ട് ഗൈസ്. നമുക്കൊരു വിധം വേണം ഇതിനകത്തിട്ട് തിരിക്കാൻ. BS6 ഇച്ചിരി നീളക്കൂടുതലാണ് ഗൈസ്, ഒന്നാമത്തെ കാര്യം. ഫ്രണ്ടും ബാക്കും ഇച്ചിരി നീളക്കൂടുതലുണ്ട്. PS4 വണ്ടിയൊക്കെ ആയിട്ടില്ല. അപ്പോൾ ഇച്ചിരി കുത്തിത്തിരിക്കാൻ ഇച്ചിരി പാടാണ്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്. അതേ ഗൈസ്, ഒരുവിധം നമ്മളങ്ങനെ കുത്തിത്തിരിച്ച് നമ്മൾ കിടന്ന അതേ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയണേ, എൽറോയുടെ തൊട്ട് ബാക്കിലേക്ക് നമ്മുടെ ബാഗ് ചേർത്തടുപ്പിച്ചിട്ടാണ് ഗൈസ്. ഇതിവിടാണ് കിടന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് പോവാം ഗൈസ്. അപ്പോൾ പോകാനായിട്ട് ഒന്നാമത്തെ കാര്യം, ആരുമില്ല. എല്ലാവരും അടുത്ത
തൊട്ടടുത്തല്ലേ, 2 കിലോമീറ്റർ അപ്പുറമേ ഉള്ളൂ. അപ്പോൾ കിട്ടിയ കാറിൽ ഇതിലൊക്കെ വെയിറ്റ് ചെയ്യാതെ എല്ലാവരും അങ്ങ് പോയി. രണ്ടാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, അഖിലാണ് റെഡിയാണ് ഗൈസ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ 3 പേരേ ഉള്ളൂ ഇനി തിരിച്ച് പോകാനായിട്ട്. അപ്പം നമ്മൾ 3 പേര് ജസ്റ്റിനോട് വന്നു കഴിഞ്ഞാൽ നമുക്കിനി നേരെ വണ്ടി എടുത്തു ജസ്റ്റിനും എത്തി. അപ്പം നമുക്കിനി പോവാം. ഒന്നും നോക്കാനില്ല ഗൈസ്, നമുക്കിനി ഇവിടുന്ന് പാട്ടൊക്കെ ഇട്ട് മൂളിച്ച് കിടുക്കായിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഗൈസ് ഡോറടഞ്ഞ് നമുക്ക് ലോക്കൂടെ അങ്ങ് ഇട്ടേക്കാം. ലോക്ക് ഇട്ടിട്ട് നമുക്കൊരു പാട്ടൊക്കെ ഇട്ട് കീച്ച് ഇവിടുന്ന് പുറത്തിറക്കി അങ്ങ് പോവാം ഗൈസ്. ഗൈസ് അധികം പാട്ട് വെക്കുന്നില്ല, അത് നമുക്ക് ഷോർട്സിനകത്തിടാം. അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഷെഡിൻ്റെ തൊട്ടടുത്ത് എത്താറായെന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം തീർന്നു ഗൈസ്. അപ്പം നമുക്ക് വണ്ടി നേരെ ഷെഡിനകത്തിന് കയറ്റിയിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പുറത്തിറങ്ങാം ഗൈസ്. ജസ്റ്റ് നേരെ പോയിട്ട് ഗേറ്റ് തുറക്കുന്നു. അപ്പോൾ അഖിലാണ് നേരെ വണ്ടി റിവേഴ്സ് അടിച്ചിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ചെറിയൊരു ചടങ്ങാണ്, മെയിൻ റോഡും കൂടി ആയതുകൊണ്ടേ നമ്മൾ നോക്കിയും കണ്ട് അകത്ത് കയറ്റിയിടണം ഗൈസ്. ഇപ്പോൾ സീനാണ് ബൈ. നമ്മുടെ മറ്റ് 2 ചെറുക്കന്മാരത് അവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ BS6 ബോയിയെ നമുക്ക് എങ്ങനെയും കുത്തിയകത്ത് കയറ്റാം ഗൈസ്. ഇച്ചിരി ടാസ്ക്കാണ്, കാരണം മുമ്പേ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഫ്രണ്ട് താന്ന് കിടക്കില്ല ഗൈസ്. നമ്മുടെ ടൂറിസ്റ്റ് ബസ് എപ്പോഴും താന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം ഇറക്കാൻ, അതാണ് ഒരു ചടങ്ങ്. അപ്പം നൈസ് റിവേഴ്സ് അടിക്കുക. കണ്ടോ നമ്മുടെ റോഡുമായിട്ടുള്ള ക്ലിയറൻസും കാര്യങ്ങളും നോക്കിയോ ഫ്രണ്ടിൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ ഗൈസ്. ചവിട്ടി ഇറക്കിയില്ലെങ്കിൽ പണി പാളും, അതാണ് ഏറ്റവും വലിയ കാര്യം. അത്രയ്ക്ക് ലിപ്പെന്ന് പറയുന്ന ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ കപ്പാണ്. അത് വലിയൊരു കപ്പാണ്, ചെറിയ കപ്പല്ലത്, വലിയ കപ്പ്. എൻ്റെ മോനെ ജസ്റ്റ് മറ്റേ സൂപ്പർ കാറുകളൊക്കെ കൊണ്ടുപോകുന്ന പോലെ അല്ലേ, ഗ്രൗണ്ട് ക്ലിയറൻസ് അതൊരു സീൻ കാര്യമാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി നേരെ ഇതിനകത്ത് ഇറക്കി ഇനിയും കഴുകി വൃത്തിയാക്കണം. കഴുകി വൃത്തിയാക്കിയിട്ടേ അങ്ങ് ഷെഡിനകത്ത് കയറ്റിയിടത്തുള്ളൂ. കുറച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ട്രിപ്പ് കഴിയുകയാണ്. നമ്മൾ കൊണ്ടുപോകുമ്പോൾ കഴുകും, അതേപോലെ വരുമ്പോഴും കഴുകും. നമ്മൾ ടൂറിസ്റ്റ് വണ്ടികൾ അങ്ങനെയല്ലേ ഗൈസ്, കഴുകി വൃത്തിയാക്കി എപ്പോഴും നോക്കി കുട്ടപ്പനായിട്ടിരിക്കണം ചെറുക്കൻ. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് കയറ്റിയിട്ടിട്ട് വേണം കഴുകാനും കാര്യങ്ങളുമൊക്കെ. ഗൈസ് നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മുടെ ചെറുക്കന്മാർ 2 പേരും ബാക്കി കിടപ്പുണ്ട്. അപ്പം ഇതിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് നമ്മുടെ BS6 ബോയിയെ കൊണ്ടിടാനായിട്ടുള്ളത്. അപ്പം ജസ്റ്റിൻ കഴിവിന് ശേഷം കയറ്റി ഇട്ടോളൂ. അപ്പം നമ്മളുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗൈസ്. അപ്പം ഇന്നാണ് നമ്മുടെ ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ് ലൈഫ് വീഡിയോയും കാര്യങ്ങളും. അപ്പം ഇനി അടുത്ത ദിവസം അടുത്തൊരു കിടിലൻ എപ്പിസോഡ് 2 വീഡിയോ ആയിട്ട് കാണാം. അപ്പം അടുത്ത ദിവസം അതൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ, ബൈ ബൈ.